சமூகம் நமக்கு என்ன கத்து கொடுத்துட்டு இருக்கு தெரியுமா? யாரையும் நம்பாத. அவனை பார்த்தா நல்லவன் மாதிரி இல்லடா. 25 വർഷത്തേക്ക് മേൽ പറഞ്ഞ സകല സ്വത്ത് സമ്പാദ്യങ്ങളുടെയും ഉടമസ്ഥാവകാശവും നടത്തിപ്പവകാശവും മറ്റൊരു വ്യക്തിയിൽ ഞാൻ അധികാരപ്പെടുത്തിയിരിക്കുന്നു. അധികാരകാല പരിധി തീരും വരെ അവൻ ഭരിക്കുകയും അനുഭവിക്കുകയും ചെയ്യും. പിന്നീട് അവൻ തീരുമാനിക്കും മുകളിൽ പറഞ്ഞ അവകാശികളിൽ ആർക്കൊക്കെ എന്തൊക്കെ വിഹിതം വേണമെന്ന്. അവന്റെ അമ്മയുടെ ഒരു ബിൽപത്രം വായന. അപ്പൊ അവകാശപ്പെട്ടവന്റെ അണ്ണാക്കിലോട്ട് തിരികെ തന്നിട്ടാ തന്ന് ചത്തുടങ്ങിയത്. അയാൾക്ക് ഏത് വകയിലുണ്ടായ നായിന്റെ മോൻ എന്നെ ഭരിക്കാൻ പറഞ്ഞത്? പറയാതെ വിടില്ല ഞാൻ. കർണാടകയിലെ ബെല്ലാരിയിലുള്ള ഒരു പോത്ത് കച്ചവടക്കാരൻ, പേര് രാജ, ബെല്ലാരി രാജ. ആളെ കിട്ടി. നമ്മുടെ കിണ്ടലെന്ന് അടിവായിട്ട് പ്രയോഗിച്ചപ്പോ തത്ത പറയുന്ന പോലെ അല്ല, താറാവ് പറയുന്ന പോലെ പറഞ്ഞു. അങ്ങോട്ട് പറഞ്ഞു കൊടുക്കണോ ഡോക്ടറെ? ஐயா என்ன விஷயம்? நான் ஒரு பாவம் டாக்டர் ஐயா. என்னையா? വലത്തോട്ട് നീങ്ങി നിക്കടാ. சரிங்க ஐயா, என்ன ஒண்ணு செய்யாதுங்க. உங்க 300 மாட்டை ஊசி போட்டு கொண்டு வந்தான் ஐயா. ஆனா அந்த சாமியார் சொல்லிட்டு தான் நான் செஞ்சது. மன்னிச்சிடுங்க. ബെല്ലാരി രാജ. ബെല്ലാരി രാജ അല്ലടേ, എല്ലൂരി രാജ. നിന്റെയൊക്കെ എല്ലുകളൂരാൻ വന്ന രാജ. എന്തൊരു ഡായ്. ആദ്യ അടി, അതിനപ്പുറം പ്യാച്ചി. நான் செஞ்சது தப்பு. இனிமே நான் ஒண்ணு செய்ய மாட்டேன். മാറ്റാനായിട്ട് നീ ഉണ്ടായിട്ട് വേണ്ടടാ അണ്ണാച്ചി ചാമിയാൻ.
6 പോത്തുകളും 3 ചീട്ടുകളും വെച്ച് ബെല്ലാരിൽ വ്യാപാരം തുടങ്ങിയാണ് ഞാൻ. എനിക്ക് 6 ലോഡല്ല 6000 ലോഡിന്റെ വ്യാപാരമുണ്ട്. എന്റെ മുടാഞ്ചാലുണ്ടല്ലോ പൈലാട്ട് നൂത്തേളം കേട്ടാ. നീ എന്തിനു വിചാരിച്ച് ചെക്ക് പോസ്റ്റിലെ മൃഗ ഡോക്ടർക്ക് കായകൾ കൊടുത്ത് എന്റെ പോത്തുകൾക്ക് അന്തരാക്സ് ആണെന്ന് വന്ന് കുത്തിവെച്ച് കൊന്ന ഞാൻ പെട്ടിയും പടം മുടക്കി കാശിക്ക് വന്ന് വിചാരിച്ച തള്ള നിനക്ക് തെറ്റടേ. ഇത്രയും കാലം എന്റെ പോത്തുകളെ മേടിച്ചോണ്ടിരുന്ന സകല മുതലാളിമാരെ ഇങ്ങാട്ടി വിളിച്ചു വരുത്തി നല്ല പൊളപ്പ 30 ചെമ്പ് ബിരിയാണി വെച്ച് ചീറ്റിച്ചിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്തരായാലും നീ എന്നെ ഇങ്ങാട്ട് വിളിച്ചു വരുത്തിയ സ്ഥിതിക്ക് നിന്റെ കച്ചവടം പൊട്ടി താക്കോലുമായിട്ടേ ഞാൻ പോണുള്ളൂ. രാജുട്ട എഴുതി വാങ്ങിയിരുടെ ഇവന്റെ സാവര ജംഗമോ അല്ല. അന്തരാസ് കൂന്തരാസ് അവന്റെ അമ്മേരെ തള്ളേ കലിപ്പ് തീരണില്ലല്ലേ. നമസ്കാരം. എന്തരാണല്ലേ പോത്തിയവാരി? നമ്മളൊക്കെ പറയാറുണ്ടല്ലേ പൊട്ടന് ലാട്ടറി അടിച്ചെന്നക്ക. ഇതാത് തന്നെ കഥ. വെള്ള പറയാവില്ലേ. ഞാൻ ഇതാദ്യമായിട്ടാണ് കേട്ടാ ഇതുപോലെ കോൺഗ്രസിൽ പങ്കെടുക്കുന്നത്. കോൺഗ്രസ് അല്ല സാറേ, കോൺഫറൻസ്. ഓ തന്നെ അണ്ണാ ഞാൻ ഈ പള്ളിക്കൂടങ്ങളിലൊന്നും പോയിട്ടില്ല കേട്ടാ. വെറും 2ാം ക്ലാസ്. മലയാളം അല്ലാതെ വേറൊന്നും നാവിൽ വരൂല്ല. എന്തിനാ വിവരക്കേട് എന്നെ. വേറൊരു കാര്യമുണ്ട് കേട്ടാ. യവണ്ടല്ല യവ ഇങ്ങനെ ഇരിക്കണമെന്നും വിചാരിക്കണ്ട. നല്ല ഞെരിപ്പായിട്ട് ഇംഗ്ലീഷ് പറയും. MBBS ആണ്. MBBS അല്ല MBA. എന്തരേലും ആയിക്കൊണ്ട് പോട്ടടേ. പറയണ ഇംഗ്ലീഷ് തന്നെ അല്ലേ. ഇനി നമുക്ക് വന്ന കാര്യങ്ങളിലേക്ക് കടക്കാം. അത് കോളാമ്പി അല്ല സാറേ, ആഷ്ട്രയ. വാ മനസ്സിലായി സാറേ. എന്നിപ്പോ ഇങ്ങനെ അങ്ങാട്ട് പാട്ട്. ഇനി ഇതുപോലത്തെ പരിപാടിക്ക് വരുമ്പോ അപ്പി വീട്ടിൽ നിന്നൊരു കോളാമ്പിയുടെ കൊണ്ടുവരി. എനിക്ക് മാത്രമല്ല കേട്ടാ, നമുക്ക് എല്ലാവർക്കും കൂടെ വട്ടം കൂടി ഇരുന്ന് തുപ്പിക്കളിക്കും. എന്താണ് കറക്റ്റ് തന്നെ. വർക്കിച്ച എന്തേനു യവം പുലിയാണ് കേട്ടാ. പുലി എന്ന് പറഞ്ഞാ വെറും പുലിയല്ല, ഒരു സിംഹം. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. ആ കർമ്മങ്ങൾ അങ്ങോട്ട് നടത്താം. ആ കല്ലിടല് കർമ്മേ, അതിന്റെ പേരിലാണ് ഈ തൊന്നര ഒത്തിരി ഉണ്ടായത്. അതുകൊണ്ട് എല്ലാരും കൂടെ എന്റെ കൂടെ നിന്ന് തരി. ബാക്കി കച്ചവടങ്ങളൊക്കെ ഞാൻ ഉറപ്പിക്കാം. എന്തായാലും ഉറപ്പിച്ച അല്ലാതെ പിള്ള സാറിന്റെ ആഗ്രഹം നടത്താൻ ഞങ്ങൾ രാവും പകലും കൂടെ ഉണ്ടാവും. പക്ഷെ ആ പിള്ളേർ അടങ്ങിയേക്കും തോന്നുന്നുണ്ടോ? പിള്ളേർ അടങ്ങിക്കാത്തോണ്ടല്ലേ പിള്ള സാർ ഒടുങ്ങിയത്. ഉള്ളതല്ലേ റീസൺ? അതെ. അപ്പൊ അത് വിടി ചീള് കേസുകള്. അപ്പൊ ഇന്നേക്ക് 4ാം ദിവസം കല്ലിടിയില്. പേരിലൊന്നും ഒരു മാറ്റവും ഇല്ല. നടത്തിപ്പവകാശവും ഉടമസ്ഥാവകാശവും എല്ലാം എനിക്ക് തന്നെ. പിന്നെ കല്ലിടില്ലേ അന്ന് വന്ന അയാള് വേണ്ട ഏട്ടാ. അയാള് വെറും പ്യാടിത്തൂറി. നമ്മക്ക് അമ്മ മതി ഏട്ടാ. അമ്മയാ? തമിഴ്നാട്ടിൽ ആരാണ് അമ്മ? ഓ തലേവി ജയലളിത. തള്ളേ തന്നെ. അണ്ണന് വയറിറച്ചും ബുദ്ധി തന്നെ ഏട്ടാ. അവരൊക്കെ ആകുമ്പോ കൂടെയില്ലേ പുലികളെ കാണും തോക്കുകളൊക്കെ ആയിട്ട്. അവർക്ക് തള്ളയൊന്നും നോട്ടയില്ല, പുള്ളയൊന്നും നോട്ടയില്ല. ഒന്ന് തുമ്മിയാ മതി അപ്പ വെക്കുമ്പടി ടക ടക ടക്കേന്ന്. എങ്ങനെ എന്റെ തല തല തല. അപ്പൊ വിളിക്കാനുള്ളവരൊക്കെ വിളിക്ക്, പറയാനുള്ളവരോടൊക്കെ പറയും. നടക്കട്ടെ കാര്യങ്ങൾ നല്ല ഞെരിപ്പായിട്ട്. രാവിട്ട ഇനി ഒന്നുമില്ലല്ലോ പറയാനെ കൊണ്ട്? ഒന്നുമില്ല, പോവാ. അങ്ങനെയാണെ പോവല്ലേ. അപ്പം കോൺഗ്രസ് പിരിച്ചു വിട്ടിരിക്കുന്ന പോയി 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 പോയി. നീ വന്ന കേക്കട്ട്. എന്താ നിനക്കിതിന് മാസക്കൂലിയ ദിവസക്കൂലിയ? മനസ്സിലായില്ല. മനസ്സിലായില്ലല്ലേ? കവാലെ കുട്ടി തെറിപ്പിച്ചോളെ. യവന്റെ വകുപ്പ് എന്തര്? ഫിനാൻസ് മാനേജറാ. എന്തൊരു മാനേജർ എങ്കിലും ആയിക്കൊണ്ട് പോട്ട്. യവന് കൊടുക്കാനുള്ള കായെല്ലാം കൊടുത്ത് അവനെ ഇന്ന് തന്നെ ഇവിടെ നിന്ന് കെട്ടിയിട്ടിക്കണം. അവന്റെ ഒരു മൊഴിയില് ഏട്ടാ
കോളേജ് പിള്ളേരാണ്, സൂക്ഷിച്ച് ഇടപെടണം. അതെന്തര്? അത് മറ്റൊന്നുമല്ല, എടഞ്ഞ എടുത്തിട്ട് പെരുമാറും. അതുകൊണ്ട് ഇത്രയും ബലം പിടുത്തം വേണ്ട, ശ്വാസം കിട്ടും. ബലമൊക്കെ വിടാം. പക്ഷേ എനിക്ക് മനസ്സിലാകാത്തതല്ല, യവന്മാർ എന്തൊരു ഇംഗ്ലീഷിൽ ബോർഡുകളിലെല്ലാം എഴുതി വെച്ചിരിക്കുന്നത്. അതൊക്കെ രമേശിനെതിരുള്ള മുദ്രാവാക്യങ്ങളാ. അല്ല നമുക്കെതിരായിട്ട് വരാടേ. ഇപ്പൊ ലവളെ കയറി പിടിച്ച കാര്യം ഉറപ്പ്. എവിടെ ആയിരിക്കും പിടിച്ചത്? എനിക്ക് അതാണ് പിടിയിട്ടാത്തത്. അതെന്തായാലും പിടിച്ചവന് പിടികിട്ടി കാണും തന്നെ. പിന്നില്ലേ ഈ കോള എന്നൊക്കെ പറയണ അതാണല്ലേ? പിന്നല്ലാതെ. ഗുഡ് മോർണിംഗ് സാർ. കാച്ചിക്കോ കാച്ചിക്കോ. ഓ, സാറെന്താ ഇവിടെ തന്നെ നിന്ന് കളഞ്ഞത്? ഓഫീസിലേക്ക് ഇരിക്കാം. എന്താ സർ, എന്താ ഉണ്ടായത്? എന്റെ കനകാമ്പരം എവിടെ? ആരാ എന്റെ കുട്ടി? അങ്ങനെ വിഷമിക്കാൻ മാത്രം ഒന്നും ഉണ്ടായിട്ടില്ല. ആ കുട്ടിക്ക് ഒന്നും പറ്റിയിട്ടില്ല. അകത്ത് ഓഫീസ് മുറിയിൽ ഇരിപ്പുണ്ട്, അങ്ങോട്ട് ചെല്ലേ. ആയി ശരി. അപ്പൊ ഈ പെണ്ണിന്റെ കുട്ടിയാണല്ലേ ലാ കുട്ടി? തള്ളേന് ഇത്രയും വലിയ മോളാ? മോളല്ല, അനീത്യ. ഈ കുട്ടികളുടെ കാര്യത്തിൽ രാജരത്നപിള്ള സാറിന് വേറൊരു സെന്റിമെന്റ്സ് കൂടെ ഉണ്ടായിരുന്നേ. പണ്ട് പിള്ള സാറിന്റെ വളർത്തുമകൻ മാണിക്യം ഇവരുടെ ആങ്ങളച്ചക്കനെ കളിക്കളത്തിലിട്ട് തല്ലിക്കൊന്നിട്ട് നാട് വിട്ടുപോയി എന്നാണ് കേട്ടുകേൾവി. വെറുതെ കരഞ്ഞാലോടിക്കണെന്തിന്? സാറേ, ആ മരുവൻ സാറെ ഒന്ന് ഞാൻ വിളിക്കും. വിളിപ്പിക്കാൻ ഞാൻ നാടൊന്നും വിട്ടു പോയിട്ടില്ല. ആളെ കാണാനാണെങ്കിൽ ആ കൂളിംഗ് ഗ്ലാസ് അങ്ങ് എടുത്താ മതി. തള്ളേ, അപ്പൊ സാറിന് അറിയാമല്ലേ കൂളിംഗ് ഗ്ലാസ് എനിക്കൊരു വീക്ക്നെസ് ആണെന്ന്. എന്നെ പറ്റി പരക്കെ അങ്ങനെ ഒരു പരാതി ഉണ്ട് കേട്ടാ. അത് അസൂയ. പക്ഷെ അതല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം. അത്താണ്. എന്തരാണ് സാറേ ഇത്? ഇങ്ങനെയാണ് പുള്ളാളെ പഠിപ്പിക്കണത്? What the bloody hell you mean? I know what to do. You mind your own business. Mr. Ramesh, you know what you did. But for now, just answer the questions when asked. As you may know that he is the chairman of this institution and has the rights and power to ask, so that makes it our business. And you bloody well don't forget that. അത്താണ് ദാറ്റ്. ഇപ്പൊ എങ്ങനെയുണ്ട്? അതുകൊണ്ട് സാറേ, ഇതുപോലെ ഇംഗ്ലീഷുകളെല്ലാം പറഞ്ഞ് നേരം കളയാതെ നമുക്കിപ്പോ ഉണ്ടായ ഈ പ്രശ്നത്തിന്റെ കച്ചവടം കണ്ട് ഉറപ്പിക്കാം. ആയിരിക്കും കുറഞ്ഞൊന്നും വേണ്ട, കൂടിയൊന്നും വേണ്ട. ഒരു തെറ്റൊക്കെ അത് പോത്തിയാവായിരിക്കും പറ്റും. അതുകൊണ്ട് സാറ് നല്ല പച്ച മലയാളത്തിൽ ആ കുട്ടിയോട് ഒരു ചെറിയ മാപ്പങ്ങാട്ട് പറഞ്ഞേക്ക്. ഇത്തിരി പോലും പോന്ന കുഞ്ഞല്ലേ. എന്റെ ജോലി പഠിപ്പിക്കില്ല. ആ പണിയെടുക്കുമ്പോ ചിലപ്പോ കയ്യോ കാലോ തട്ട് മുട്ടും ചെയ്യുന്നൊക്കെ വരും. അതിന് മറ്റേ അർത്ഥം കണ്ട് കണ്ണീരൊലിപ്പിക്കുന്നത് അവളുടെ മനസ്സിലിരിപ്പതായതുകൊണ്ടാ. അതിന്റെ പേരും പറഞ്ഞ് പള്ളിക്കൂടം പോലും കാണാത്തവന്മാര് കേറി വന്ന് മാപ്പ് കോപ്പ് എന്നൊക്കെ ആജ്ഞാപിച്ചാൽ അതനുസരിക്കാൻ രമേശത്തിന്റെ പാട്ടി പാട്ടി വരും. കന്നൻ തിരുവള്ളി കാണിച്ചിട്ട് പള്ളിക്കൂടം കാണാത്തതിനോട് നിയമം പറഞ്ഞു. നീ എന്തിനു പറഞ്ഞത്? മാപ്പ് പറയാൻ നിന്റെ പട്ടി വരുമെന്നാ? എങ്കിൽ കൊണ്ടി വരേണ്ട പട്ടിയെ കൊണ്ട് മാപ്പ് പറഞ്ഞിട്ട് മതി നിന്റെ വാത്തേരോണി. ഹെഡ് മാസ്റ്ററെ ഇവിടെ ഉണ്ട് സാർ. അവന്റെ കൂടെ എന്തെല്ലാം എഴുതി വാങ്ങിക്കാണ്ടോ അതെല്ലാം എഴുതി വാങ്ങിച്ചിട്ട് അവൻ എന്തെല്ലാം കൊടുക്കാണല്ലോ അത് കൊടുത്തും വെച്ച് അവനെ പിരിച്ചുവിട്ടേക്ക്. ഇതാടതാണ് സാർ. അവൻ പട്ടിയെ കൊണ്ട് ഇനി അയച്ചിട്ട് വിലം പിടിച്ചോട്ടെ. പിന്നെ എന്തേനു സാറേ, പെട്രോൾ തീർന്നോ? തീർന്നതല്ലടാ, തീർത്തതാ. എവിടെടാ ബെല്ലാരി രാജ? ഞാൻ ഇവിടെ ഉണ്ട് സാറേ. ഒന്ന് ഇറങ്ങണം. എന്തൊരു സാറേ കാര്യം? കാര്യം പറഞ്ഞാലേ നീയൊക്കെ ഈ പേടത്തിന്ന് ഇറങ്ങൂ. കാര്യങ്ങൾ പറഞ്ഞാലും ഇറങ്ങും, കാര്യങ്ങൾ പറയാനും ഇറങ്ങും. ഇപ്പൊ ഞാൻ വേറൊരു കാര്യത്തിന് വേറൊരു വഴിക്ക് പോവേണ്ട. തൽക്കാലം നീ ആ വഴിയൊന്ന് മാറ്റി പിടിച്ചേ. ഇപ്പോ നമുക്കൊന്ന് സ്റ്റേഷൻ വരെ പോകാം. ഏത് സ്റ്റേഷനാണ് സാറേ? റെയിൽവേ സ്റ്റേഷനാ അതാ പോലീസ് സ്റ്റേഷനാ? അല്ല, റേഡിയോ സ്റ്റേഷൻ. ഇങ്ങോട്ട് ഇറങ്ങണം. സാറ് പുലിയായിരുന്നല്ലേ? എടാ നീ ആരായി? പ്ലീസ്, എന്താ സാർ പ്രശ്നം? എന്താണ് ഇദ്ദേഹത്തിന് എതിരുള്ള പരാതി?
ഒരു ഡീറ്റെയിൽസും പറയാതെ പോലീസ് സ്റ്റേഷനിലേക്ക് വരണമെന്ന് പറഞ്ഞ ഇതൊക്കെ പറയാൻ നീ ആരാ? ഇദ്ദേഹത്തിന്റെ മാനേജർ. അത് കൊള്ളാം. കള്ളനും കൊള്ളക്കാരന്മാർക്കൊക്കെ മാനേജർമാർ. മൈൻഡ് യുവർ വേർഡ്സ്. പന്നീന്റെ മോനെ പോലീസിന്റെ മുഖത്ത് നോക്കി വിരലുകൊണ്ട് സംസാരിക്കുന്നു. അടിക്കല്ലേ സാറേ, അടിക്കല്ലേ. എവ എന്തരോ സാറിനോട് ഇംഗ്ലീഷ് പറയും, സാറിന് പിടികിട്ടിയില്ല, അത്രയല്ലേ ഉള്ളൂ. ഡേടേ, ഇനി മേലെ എന്റെ കൂടെ ചോദിക്കാൻ സാറിനോട് ഇംഗ്ലീഷ് പറഞ്ഞാലുണ്ടല്ലേ അമ്മച്ചാണ് ചട്ടുവാൻ പിടിപ്പിച്ച് ചന്തിയിൽ വെച്ചേരും കേട്ടാ. പോയി പോടാ ചീള് പല്ലി പോട്ട് സാറേ. എന്താടാ വർക്കിച്ച ഒരു 500 രൂപ ഞാൻ എടുത്താണ്. സാറേ, സാറിന്റെ ആ വരക്കും ഷഡംബ്രയെക്കൊട്ടുള്ള നൃത്തക്കവും കണ്ടപ്പോഴേ എനിക്ക് സംഗതി കത്തിയേട്ടാ. എന്ത് ആരേലും പറഞ്ഞു വിട്ടേരിക്കും. ജോലിയെന്തരായാലും കൂലിയാണല്ലോ പ്രധാനം. ഇത് ഞങ്ങൾ പാത്തേച്ചോടക്കാരുടെ ഒരു രീതിയാണ് കേട്ടാ. വാർത്തുകൊണ്ട് പൊത്തി കച്ചവടം ഉറപ്പിക്കല്. പിടിക്ക്, 500 രൂപയുണ്ട്. നാട്ടുകാരുടെ മുമ്പിൽ വെച്ചിട്ട് നീ എന്റെ കച്ചവടം ഉറപ്പിക്കല്ലടാ നിന്നെ. ഇതാണ് ഈ പേലയുള്ള ഒരു കാര്യം. പണം കൊടുക്കണന് അവിടെ വെച്ച് തന്നെ പണി കൊടുക്കണത് കണ്ണന്തിരി തന്നെ. എന്തായാലും ഒരു കാര്യം തീരുമാനമായിട്ടാ. ഒന്നിൽ സാർ എന്നെ കൊണ്ടുപോകും, അല്ലെങ്കിൽ കൊണ്ടിട്ട് പോകും. രണ്ടായാലും മാനക്കേടുകയല്ല. അതുകൊണ്ട് സാറേ നമുക്ക് പോവാം. വർക്കിച്ച വണ്ടി ഇടിക്കും. ഇതിലല്ല അതില്. തള്ളാ പിന്നെ മുട തുടങ്ങി. അതിലല്ല സാറേ, ഇതില്. നല്ല 1-ാം നമ്പർ വണ്ടിയാണ്. ലക്ഷങ്ങൾ തോനെ എണ്ണി കൊടുത്ത് വാങ്ങിച്ചാണ്. സാറുടെ കയറിക്കോളി. നമുക്ക് നല്ല കിട്ടില്ല AC എല്ലായിട്ട് കുളിരൊക്കെ കൊണ്ട് പാട്ടുകളൊക്കെ ആയിട്ട് പൊളപ്പനായിട്ട് പോവാ. വർക്കിച്ച നമ്മുടെ വണ്ടിയിൽ നെഞ്ചിനുള്ളിൽ നീയാണ്, തേനാണ്, കുളിരാണ്, ഫാത്തിമ പാട്ടുകളൊക്കെ ഇല്ലേ. കഴിവേറിയുടെ മോനെ, നിന്നെ പോലൊരു പരമകള്ളനെ സ്റ്റേഷനിൽ കൊണ്ടുപോകാൻ തമിഴ്നാട് സർക്കാരിന്റെ പോലീസ് ചീഫൊക്കെ സെൻട്രലൈസ് രജിസ്റ്റർ വരണം. നിന്നെ ഈ സർക്കിൾ വിക്രമൻ ഈ വണ്ടിയെ തന്നെ കൊണ്ടുപോകും. ഇഞ്ഞാട്ടിക്കടാ, വലത്താട്ടിക്കടാ, വലത്താട്ടിക്കടാ പന്നി. ഇങ്ങനെ ഒരു സിനിമാക്കൾ ഇവിടെ വെച്ച് വേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഒരു പരാതി കടലാസുരം ചോദിക്കാൻ നിന്റെ കൂടെ കെട്ടിയെടുക്കാന്ന് വിചാരിച്ചത്. അപ്പൊ നിനക്ക് കലിപ്പിളവി. ഇനി ഞാൻ നിന്റെ കൂടെ വരണമെങ്കിൽ ആ കിടുതാപ്പുഴെല്ലാടുത്ത് എന്റെ വീടിന്റെ നടന്ന് ഈ 10 പ്രാവശ്യം കയറി ഇറങ്ങണം. ഇപ്പൊ ഞാൻ ഇറങ്ങിയത് വേറൊരു വഴിക്കാണ്. ഈ ബെല്ലാരി രാജാവ് ഒരു വഴിക്ക് ഇറങ്ങണമെന്ന് നിരൂപിച്ച ആ വഴിക്ക് തന്നെ പോകും. അതാണ് ചീലം. ഉള്ള മസിലും പെരുപ്പിച്ച് കള്ളരും പോലീസും കളിക്കാൻ ഇറങ്ങിയിരിക്കുക. അഴിക്കം. ഈ എണ്ണം കെട്ടങ്ങളുടെ കൂടെ കിടക്കുന്ന കഴിവേറി മക്കളൊക്കെ എവിടെ പോയി ചത്ത് കിടക്കാണാവോ? അക്രമം സാറേ, വണക്കം. പുതിയ കൊട്ടേഷനും കൊണ്ട് ഇറങ്ങിയിരിക്കുകയാണല്ലേ. എന്നിട്ട് എന്തിനു പറ്റി? പോത്തുകളട ഞാൻ ഈ പറഞ്ഞാ മനസ്സിലാകാത്തവരെല്ലാം നമ്മള് പോത്തുകളെന്ന് പറയണം. ഉദാഹരണത്തിന് സാർ. പക്ഷേ ഇവരങ്ങനെയല്ല ഏട്ടാ. നല്ല ചെല്ലുവിളിയുള്ള എണ്ണമാണ്. മാണിക്യത്തിന്റെ പോത്തുകളാണ്. പറഞ്ഞടുത്ത് തന്നെ. ഏതോ ഒരു കോപ്പിലെ മന്ത്രി നിന്റെ അണ്ടർവെയറിന്റെ പോകലുണ്ടെന്ന് കരുതി ഇമ്മാതിരി കന്നുകാലി ഷൈനിങ് എന്റെ അടുത്ത് കാണിക്കാൻ വന്നാലുണ്ടല്ലോ പൊക്കിയെടുത്ത് കൊണ്ടുപോയി മുക്കാലി കെട്ടി മുള്ളിക്കും ഞാൻ. തള്ളേ കൊള്ള പുള്ളി തന്നെ. ഇത്രയും തോന്നെ നാക്കാലുള്ളപ്പോ പിന്നെ എന്തരനും വച്ചു മുള്ളിക്കാനായിട്ടൊരു മുക്കാലി. എന്തരായാലും മുട്ടി വന്നേല്ലേ. അതുകൊണ്ട് രായുട്ട, നീ നമ്മുടെ സാറിനെ നല്ല മുറ്റനായിട്ടൊന്ന് മുള്ളിച്ചു വരി. പെടിപ്പീരടേ ചെല്ലി. രായുട്ടൻ താർ ഉടുത്ത് കേട്ടാ. ഇനി നടക്കാൻ പോണ മുള്ളിക്കളിയുള്ള നമ്മളില്ല കേട്ടാ. നമ്മളിവരുണ്ടാ ഫ്രീ. അപ്പൊ നടക്കട്ടെ നല്ല ഈടിവെട്ടായിട്ട്. മാനം കെടുത്താടേ. ഏട്ടാ, don't worry.
I will manage it. ഓ തന്നെ മാനേരൊക്കെ നീ എന്നെ പോയി അടി പിടിക്ക്. ആദ്യം ഒന്ന് പാളിയെങ്കിലും ഇന്നിക്കാറി പിരുത്തോള് കേട്ടാ. ചെല്ലക്കിളിക്ക് എന്തരടി ഒരു വിളർച്ച, പിന്നെ ചെന പിടിച്ച കള്ളേ ഇത് അത് തന്നെ. ഇക്കാര്യത്തിൽ എവളും പുലി തന്നെ ഏട്ടാ. വെപ്രാളം കാണിക്കാതെ. നിന്നെ സാറ് വെളുപ്പാൻ രാവിലെ വരെ കയറി ഇറങ്ങിയല്ലേ, അപ്പൊ നിനക്കിനി നേരം കിടക്കയല്ലേ. പെതുക്ക പെതുക്ക.